ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണുന്ന ഒരാൾ എനിക്ക് പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്ത് എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ നമ്പർ ഇട്ടിരുന്നെന്ന് തോന്നുന്നു. ആ നമ്പർ കണക്ട് ചെയ്തിട്ടാണ് എന്നെ വിളിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ചേച്ചി ധ്യാനത്തിൻ്റെ അനുഭവങ്ങളെപ്പറ്റി BMC മലയാളം മെഡിറ്റേഷൻ ചാനലിലൂടെ ചേച്ചി പല വീഡിയോകളിലും ഞാൻ കണ്ടു അത് പറയുന്നത്. ഞാനും BMC മെഡിറ്റേഷൻ ചാനലിൽ പോയി നോക്കി. ചേച്ചിയുടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ മാറുമോ അതുകൊണ്ട് എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുള്ളവരോട് ആദ്യം ഞാൻ പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും BMC മലയാളം മെഡിറ്റേഷൻ്റെ എല്ലാ വീഡിയോസും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് കേട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് മനസ്സിലാക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളത് എന്താ പറയുക, നമ്മളത് അപ്ലൈ ചെയ്യുക. പറയുന്ന കാര്യങ്ങളല്ല, നമ്മൾ എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ വീട്, സ്വത്ത്, പണം അങ്ങനെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അത് പ്രപഞ്ചത്തിനോട് ചോദിച്ച് മേടിക്കുന്നതല്ല ധ്യാനമെന്ന് പറയുന്നത്. അതാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഈ ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളെല്ലാം മാറും. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് പറയുമ്പോൾ ഞാനൊരു വെറുതെ പറയുന്ന ഒരു ഡയലോഗായിട്ട് ആരും കാണരുത്. അതൊരു ഡയലോഗല്ല, അത് ഞാൻ അനുഭവിച്ച ഒരു സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നാൽ ഈ സത്യത്തിലേക്ക് എത്താൻ ഞാൻ നടന്ന വഴി വളരെ സിമ്പിളൊന്നും ആയിരുന്നില്ല കേട്ടോ. ഒരിക്കൽ ഞാൻ നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു. ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിൽ വെച്ചുകൊണ്ട് വിഷമിക്കുന്ന ഒരാൾ. ആർക്കെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളിൽ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും വേദന അനുഭവിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പുറത്ത് ഞാൻ ചിരിച്ചാലും ഉള്ളിൽ ഞാൻ എപ്പോഴും തകർന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി ഉറങ്ങാൻ കിടന്നാൽ ശരീരം വളരെ ടയേർഡായിരിക്കും, പക്ഷെ മൈൻഡ് നിർത്തില്ല. പഴയ സംഭവങ്ങൾ, ഫ്യൂച്ചർ, ഭയം ഒന്നും എന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇത് തന്നെയാണോ ജീവിതം? ഇത് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ആ ചോദ്യമാണ് എന്നെ ധ്യാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ ധ്യാനം ചെയ്യാനിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത്, ഇതെനിക്ക് പറ്റില്ല. കണ്ണടയ്ക്കുമ്പോഴൊക്കെ മൈൻഡ് ശാന്തമാകുന്നില്ല, അതിന് പകരം കൂടുതൽ നോയ്സാണ് വരുന്നത്. അപ്പോൾ ഞാൻ ആൾമോസ്റ്റ് നിർത്താൻ പോവുകയായിരുന്നു. ശരി, ഇനി എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ നിർത്താൻ പോകുന്ന സമയം. പക്ഷേ എനിക്ക് ഉള്ളിൽ ഒരുതരം വേദനയായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. അത് ചേഞ്ച് ചെയ്യണമെന്ന് എനിക്കൊരു തോട്ട് എപ്പോഴും എനിക്കുണ്ടായിരുന്നു. അതുതന്നെയാണ് എന്നെ വീണ്ടും ധ്യാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചിന്തകളിങ്ങനെ കാട് കയറുന്ന സമയങ്ങളിലാണ് BMC മലയാളം മെഡിറ്റേഷൻ ചാനൽ എൻ്റെ കണ്ണിൽ പെടുന്നത്. അപ്പോൾ ഞാൻ ദിവസവും കുറച്ച് 5 മിനിറ്റ് 10 മിനിറ്റ് കുറച്ച് സമയം മാത്രം ഞാൻ ഇരിക്കാൻ തുടങ്ങി. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഒന്നും എനിക്ക് സ്പെഷ്യലായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഞാനൊരു കാര്യം മാത്രം ചെയ്തത്, ഞാൻ സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ശ്രമം തുടർന്നു കൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനൊരു ചെറിയ മാറ്റം ശ്രദ്ധിച്ചു. ഞാനത് ഫസ്റ്റ് എല്ലാം ഈ തോട്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ തന്നെ വീണു പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനത് കാണാൻ തുടങ്ങി. അതൊരു വലിയൊരു മാറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് വലിയൊരു എന്താ പറയുക, ഒരു സൈലൻ്റായിട്ടുള്ളൊരു മാറ്റമായിരുന്നു അത്. പക്ഷേ അതാണ് മുഴുവൻ ട്രാൻസ്ഫോർമേഷൻ എൻ്റെ ആ ഒരു തുടക്കമെന്ന് പറയുന്നത്. ആ ഒരു ദിവസം എന്നെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വേദന എൻ്റെ മനസ്സിലേക്ക് വരികയാണ് ചെയ്തത്. പക്ഷേ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ആ ഒരു ചിന്തകൾ വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അത് പക്ഷേ മുൻപായിരുന്നെങ്കിൽ ഞാനത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. ഫോണെടുത്ത് സ്ക്രോൾ ചെയ്യും, അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ തേടും, എന്തെങ്കിലുമൊക്കെയുള്ള മാറ്റങ്ങളിലൂടെ ഞാൻ അതിനെ അവോയ്ഡ് ചെയ്യാൻ നോക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ആ ധ്യാനത്തിലേക്ക് കടന്നു വന്ന ആ സമയങ്ങളിൽ മുതൽ ഞാൻ അതിൽ നിന്നും രക്ഷപ്പെടാനല്ല ശ്രമിച്ചത്. ഞാൻ അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ആ പ്രശ്നത്തെ ഞാനൊന്ന് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അത് ഒരുപാട് ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അത്. പക്ഷെ ഞാൻ നിന്ന് ആ പ്രശ്നത്തെ ഞാനൊന്ന് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചില മണിക്കൂറുകൾക്ക് ശേഷം അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയാൻ തുടങ്ങി. അത് ഞാൻ അനുഭവിച്ച ഒരു സത്യമാണത് കേട്ടോ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഇതിൽ നിന്നും ഓടിയത് കൊണ്ടാണ് അതെന്നെ പിന്തുടർന്നുകൊണ്ട് ഇത്ര കാലം എന്നെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരുന്നതെന്ന് എനിക്കപ്പോഴാണ് മനസ്സിലായത്. അക്സെപ്റ്റ് ചെയ്തപ്പോൾ അത് ഡിസോൾവായി. അത് ഞാൻ അനുഭവിച്ച ഒരു സത്യമാണ്. ധ്യാനത്തിലൂടെ ഞാൻ അനുഭവിച്ച ഒരു സത്യമാണത്. അതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വലിയൊരു റിയലൈസേഷനായിരുന്നു.
അപ്പോൾ നമ്മുടെ വിഷമം പുറത്തുള്ള കാരണങ്ങൾ കൊണ്ടല്ല, അത് ഉള്ളിൽ നടക്കുന്ന റെസിസ്റ്റൻസ് കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ആ അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലായി. ഈ ഒരു റിയലൈസേഷൻ സ്ലോലി എൻ്റെ ജീവിതം മാറ്റാൻ തുടങ്ങിയെന്നതാണ് സത്യം. ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ധ്യാനത്തെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താ പറയുക, ഒരു ഡീപ്പ് സൈലൻസാണ് ഞാൻ അനുഭവിക്കുന്നത്. മൊത്തം ശൂന്യമാകുന്നു. ഞാൻ പോലും ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ. അപ്പോൾ ആ ഒരു സമയങ്ങൾ ഞാൻ ഫസ്റ്റ് ടൈം കംപ്ലീറ്റായി ശാന്തമാകുന്ന ആ ഒരു അനുഭവം എനിക്ക് അനുഭവിക്കാൻ പറ്റി. ഇതൊക്കെ എത്ര കണ്ട് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ഒരു ധ്യാനത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാകും. അത് എന്താ പറയുക, അതൊരു സന്തോഷമാണോ അല്ലെങ്കിൽ അതൊരു എക്സൈറ്റ്മെൻ്റ് ആണോ എന്നൊന്നുമല്ല. ഒരു വല്ലാത്ത ഒരു ശാന്തതയാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ ഒരുപാട് കരഞ്ഞു. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിനെ ഞാൻ മനസ്സിലാക്കിയത്. അവിടെ ഞാൻ ഒന്ന് സ്റ്റോപ്പായത്. അപ്പോൾ അവിടെയാണ് ഞാൻ സേഫാണെന്നുള്ള ഒരു ബോധം എനിക്കുണ്ടായത്. അവിടെ എനിക്ക് ഒന്നും വേണമായിരുന്നില്ല. ഞാൻ ഇത്ര നാളും ഞാൻ എൻ്റെ ജീവിതത്തിൽ തേടിയത് ഒന്നും എനിക്ക് അവിടെ ആവശ്യമായിരുന്നില്ല. അപ്പോൾ അത് ഒരു എന്താ പറയുക, അതൊരു സ്ട്രെയിൻ ഫീലിംഗ് ആണ്. പക്ഷെ അതൊരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും മറക്കാൻ പറ്റില്ല കൂട്ടുകാരെ, അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ആ ധ്യാനത്തിൻ്റെ അനുഭവം ഒരിക്കലെങ്കിലും മനസ്സിലാക്കണം. ആ സൈലൻസിൽ ഞാനൊരു എനർജിയാണ് അനുഭവിക്കുന്നത്. അതൊരു ഇൻവിസിബിളായിരുന്നു, പക്ഷേ അതിൻ്റെ ഒരു പ്രസൻസ് എന്ന് പറയുമ്പോൾ അത് വളരെ സ്ട്രോങ് ആയിരുന്നു. അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട കാര്യമാണ്. അപ്പോൾ ആ ഒരു ശാന്തത എന്നെ ഒരിക്കലും നീ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞൊന്നും ജഡ്ജ് ചെയ്യാനല്ല വന്നത്. അതെന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. നീ അതിലേ പോ എന്നൊന്നും പറഞ്ഞെന്നെ വഴിതിരിച്ച് വിടാൻ ശ്രമിക്കുകയല്ല. അതെല്ലാമേ എന്നെ അക്സെപ്റ്റ് ചെയ്തു. ആ പ്രശ്നങ്ങളെല്ലാം എന്നെ അക്സെപ്റ്റ് ചെയ്തു. അപ്പോഴാണ് സ്ലോലി ഞാൻ തിരിച്ചറിഞ്ഞത് അത് ഭഗവാൻ മഹാദേവൻ്റെ ഒരു പ്രസൻസ് ആയിരുന്നു. അതാണ് ശ്വാസത്തിലൂടെ ഭഗവാൻ എന്നിലേക്ക് എത്തിയ ആ ഒരു സമയങ്ങളായിരുന്നു അത്. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ഒരു ഡൗട്ട് വരാം, ഇതൊരു ഇമാജിനേഷനാണോ എന്നൊക്കെ. ഞാനും ആദ്യം അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു ലിമിറ്റുണ്ട്. പക്ഷേ ഇത് അതിനും അപ്പുറമാണ്. അത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസാണ് കൂട്ടുകാരെ. അത് നിങ്ങളും സ്വയം അനുഭവിക്കേണ്ട ഒരു എക്സ്പീരിയൻസാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിങ്ങൾക്കെല്ലാം അതൊരു ഇമാജിനേഷനായിട്ട് തോന്നും. അത് ആ കുറ്റമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവത്തിന് ശേഷം ധ്യാനം ഒരു റൊട്ടീനായിരുന്നില്ല എനിക്ക്. അതൊരു മീറ്റിംഗ് ആയിട്ട് മാറി. ഞാനും എൻ്റെ ആത്മാവും സംസാരിക്കുന്ന ഒരു മീറ്റിംഗ് ഏരിയയായിട്ട് മാറി എനിക്കത്. ഞാൻ കണ്ണടച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ല എന്നൊരു ഫീലിംഗ് വരാൻ തുടങ്ങി എനിക്ക്. ഒരു സൈലൻസ്, ഒരു പ്രസൻസ്, ഒരു ലവ്, അത് സ്ലോലി എൻ്റെ ജീവിതത്തെ മാറ്റാൻ തുടങ്ങി. മുമ്പ് ഞാൻ റിപ്പീറ്റ് ചെയ്തിരുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഞാൻ ഡിസോൾവ് ചെയ്യാൻ തുടങ്ങി. മുമ്പ് ഞാൻ ഭയപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നില്ല അതിന്. അങ്ങനെ എനിക്ക് തോന്നി. അതുതന്നെയാണ് ധ്യാനത്തിൻ്റെ പവർ എന്ന് ഞാൻ അനുഭവിച്ച പവർ. ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഒരു പ്രോബ്ലം വന്നു. അത് എന്താ പറയുക, നമുക്കത് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രോബ്ലം. പക്ഷേ ഞാനത് പഴയ ഞാനായിരുന്നെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആയിനെ. പക്ഷേ ധ്യാനത്തിൻ്റെ അനുഭവം വന്നതിന് ശേഷം ആ ദിവസം ഞാൻ ഒരുപാട് ശാന്തമായിട്ടിരിക്കാൻ എനിക്ക് പറ്റി. ഒരുപാട് സൈലൻ്റായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റി. അതിനെ നോക്കിക്കാണാൻ പറ്റി. പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് ആയിട്ട് മാറിയില്ല. ആ പ്രോബ്ലംസിൽ ഞാൻ മുഴുകിപ്പോയില്ല. എൻ്റെ ഉള്ളിലൊരു ഭാഗം സ്റ്റിൽ കാമായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ആ സമയത്ത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ മാറി എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. ആ വലിയൊരു പ്രോബ്ലത്തെ ഞാൻ ഫേസ് ചെയ്തത് ആ വിധം മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ മാറി, എനിക്ക് മാറ്റം സംഭവിച്ചു. അപ്പോൾ ജീവിതം നമുക്ക് സെയിം ആണ്, പക്ഷേ ഞാൻ ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം നമ്മുടെ ചുറ്റുപാടിരിക്കുന്ന ആൾക്കാരൊക്കെ അതേ ആൾക്കാരാണ്, അതേ സ്വഭാവമാണ്, അതേ പ്രോബ്ലംസാണ് ഞാൻ ഫേസ് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ ആ സിറ്റുവേഷനിലെല്ലാം ഞാൻ ഡിഫറെൻ്റായി മാറി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതാണ് ആ ഡിഫറൻസ്. അത് ധ്യാനത്തിലൂടെ എനിക്ക് വന്ന ആ ഡിഫറൻസ്. ഇപ്പം നമ്മൾ സാധാരണയായിട്ട് കരുതുന്നത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതം വേണമെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ റിയൽ ട്രൂത്ത് എന്താണെന്ന് നിങ്ങൾ അറിയണം. പ്രശ്നങ്ങളുണ്ടെങ്കിലും
ശാന്തമായ മനസ്സ് വേണം നമ്മൾക്ക്. എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും അതിനെ ഫേസ് ചെയ്യുന്ന ഒരു ശാന്തമായ മനസ്സാണ് നമ്മൾക്ക് വേണ്ടിയത്. ഈ മനസ്സുണ്ടെങ്കിൽ മാത്രമേ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ നമ്മൾക്കുണ്ടെങ്കിലും അത് അനുഭവിക്കാനുള്ള നമുക്ക് ഒരു ചാൻസ് കിട്ടുകയുള്ളൂ. അത് വൺസ് കിട്ടിയാൽ നിങ്ങൾക്കൊന്നിനും കുറവ് തോന്നില്ല. ധ്യാനം സ്ലോലി നമ്മളെ ഡിറ്റാച്ച് ചെയ്യുന്നു. പക്ഷേ അത് കോൾ ഡിറ്റാച്ച്മെൻ്റ് അല്ല കൂട്ടുകാരെ, അതൊരു എന്താ പറയുക, ഒരു ലവിങ് ഡിറ്റാച്ച്മെൻ്റാണ്. നിങ്ങളെല്ലാം അനുഭവിക്കും, പക്ഷെ അത് നിങ്ങളെ ഒരിക്കലും ബ്രേക്ക് ചെയ്യില്ല. ഇത് ഈ ധ്യാനത്തിൻ്റെ ഈ ജേർണിയിൽ ഞാനൊരു ഇമ്പോർട്ടൻസ് കാര്യം മനസ്സിലാക്കിയത്, നമ്മളെ തോട്ട്സായി ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. അതായത് എനിക്ക് ഒരു കാര്യത്തെ ചിന്തിച്ച് കഴിഞ്ഞാൽ എനിക്കതിൽ ഭയമുണ്ട്, അല്ലെങ്കിൽ എനിക്കതിൽ ഒരു കാര്യം ചിന്തിച്ചാൽ എന്നെ ഒരുപാട് വിഷമം തരുന്നു, എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ട്രൂത്ത് എന്താണെന്ന് നിങ്ങൾ അറിയണം. ഭയം വരുന്നുണ്ട്, വിഷമം വരുന്നുണ്ട്, ഇത് രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ വൺസ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറും. കാരണം നിങ്ങൾ തോട്ട്സ് അല്ല, നിങ്ങൾ ഇമോഷൻസ് അല്ല, നിങ്ങൾ അവയെ കാണുന്ന ആളായിട്ട് മാറും ഈ ധ്യാനത്തിലൂടെ. ആ ഒബ്സർവർ, ആ സൈലൻസ്, അതാണ് ശിവം. അതുകൊണ്ട് തന്നെയാണ് ശിവനെ തേടാൻ നിങ്ങൾ പുറത്തേക്ക് പോകണ്ട എന്ന് പറയുന്നത്. ധ്യാനത്തിലൂടെ നിങ്ങളുടെ ശ്വാസം തന്നെയാണ് ഭഗവാൻ, ശ്വാസം തന്നെയാണ് നിങ്ങൾക്കുള്ളിലേക്ക് പോകുന്നത്. ആ ശ്വാസമില്ലെങ്കിൽ നിങ്ങളില്ല, ശ്വാസമില്ലെങ്കിൽ ശിവമില്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും അവിടെ സോൾവ് ആകുകയാണ്. നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് പോകണം. അവിടെ ഒരു ശാന്തമായ ഇടമുണ്ടെന്ന് മനസ്സിലാക്കണം. അവിടെ ഭയമില്ല, അവിടെ വിഷമമില്ല, അവിടെ നിങ്ങളും ശിവനും മാത്രമുണ്ട്. ഇതൊരു എന്താ പറയുക, ഇതൊരു കൺസെപ്റ്റ് അല്ല കൂട്ടുകാരെ, ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസ് നിങ്ങളും അനുഭവിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും ഇത് അനുഭവിക്കാൻ പറ്റും. ആദ്യത്തിൽ ഡിഫിക്കൽട്ടായിരിക്കാം, മൈൻഡ് റെസിസ്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ദിവസം മൈൻഡ് തന്നെ സറണ്ടർ ചെയ്യും. അപ്പോൾ നീ റിയലൈസ് ചെയ്യും ഈ ധ്യാനത്തിൻ്റെ അനുഭവങ്ങൾ ഇതാണ് സത്യം എന്നുള്ളത്. നിങ്ങൾ അന്വേഷിച്ച ആ ഒരു പീസ്, നിങ്ങൾ അന്വേഷിച്ച ആ ഗോഡ് എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരു ഹാപ്പിനെസ് വേണ്ട, ഹാപ്പിനെസ് നിങ്ങൾ തേടില്ല. അപ്പോൾ എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും അവിടെ എല്ലാം നിങ്ങൾ ശാന്തരായി സന്തോഷം അനുഭവിക്കും. കാരണം നിങ്ങളുടെ ഉള്ളിൽ പീസുണ്ട്. അതാണ് റിയൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന നിങ്ങളോട് ഞാനെന്ന് പറയുന്നത്, നിങ്ങൾ എത്ര വിഷമത്തിലായാലും, നിങ്ങളുടെ ലൈഫ് എത്ര കോംപ്ലിക്കേറ്റഡ് ആയാലും, ഒരു 5 മിനിറ്റ്സ് നിങ്ങൾക്കായി കൊടുക്കുക. കണ്ണടച്ചിരിക്കുക, ബ്രീത്ത് ചെയ്യ്. ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും കൺട്രോൾ ചെയ്യേണ്ട, ജസ്റ്റ് ഒബ്സർവ്. ആദ്യത്തെ ഒന്നും ഫീലാകില്ല നിങ്ങൾക്ക്, പക്ഷെ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം. ഒരു ദിവസം നിങ്ങൾക്കും ആ സൈലൻസ് ടച്ച് ചെയ്യും കൂട്ടുകാരെ. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ജീവിതത്തിൽ വിഷമങ്ങൾ ഇല്ലാതില്ല, പക്ഷേ നിങ്ങൾ വിഷമിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. അത് തന്നെയാണ് മോക്ഷത്തിൻ്റെ ആദ്യ ചുവട്. അതാണ് ശിവം നമ്മളെ വന്നു ചേരുന്നത്, ആ നിമിഷങ്ങളുടെ ആ ഒരു പൂർണ്ണത എന്ന് പറയുന്നത്. എല്ലാവരും ധ്യാനം ചെയ്യുക. ധ്യാനത്തിനെ പറ്റി നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും VMC മലയാളം മെഡിറ്റേഷനിലേക്ക് പോകുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.